അങ്ങനെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമത്തള്ള വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഊക്കാനും ഊക്ക് മേടിക്കാനും വേണ്ടി മാത്രം ജനിച്ച ജന്മമാണോ സത്യഭാമയുടേത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. മൂർഖമ്പാമ്പിന്റെ മുട്ടയെന്ന് മൊയലിന്റെ കുഞ്ഞുങ്ങൾ വിരിയാറില്ല. RLV രാമകൃഷ്ണനിൽ നിന്നും തുടങ്ങി പിന്നെ മല്ലിക സുകുമാരൻ, സ്നേഹ ശ്രീകുമാർ, അതുപോലെ അറിയപ്പെടാത്ത വേറെ കുറെ ആളുകൾ, അവരെല്ലാം തെറി വിളിച്ചു കഴിഞ്ഞു. നമ്മുടെ സത്യഭാമ ചേച്ചി നേരെ എത്തിയത് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള നന്ദനയുടെ മുന്നിലേക്കാണ്. ഒരു വ്യക്തിനെ എന്തൊക്കെ അധിക്ഷേപിക്കാം, അങ്ങനെ മാക്സിമം ആള് വലിയ സൗന്ദര്യറാണിയാണെന്നാണോ വിചാരം? കുറച്ച് മുടിയുണ്ട് സമ്മതിച്ചു. എന്തുകൊണ്ടാണ് കലാമണ്ഡലം എന്താ സത്യഭാമേ അല്ല, ഞാൻ പറയാ കുറച്ച് ബോധത്തിൽ സംസാരിക്കും ചേച്ചി. എന്താണ് പറയണെന്നുള്ളതും മറ്റുള്ളവരെ എങ്ങനെ അവരുടെ മനസ്സ് എത്ര വേദനിക്കുന്നുള്ളൂ. വളരെ സഭ്യമായ ഭാഷയിലാണ് ഇവിടെ നന്ദന സംസാരിച്ചിട്ടുള്ളത് അല്ലെ. സത്യഭാമയുടെ സ്വഭാവം കണ്ടാൽ ആർക്കും തോന്നുന്ന കാര്യം മാത്രമേ ഇവിടെ നന്ദന പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിനുള്ള സത്യഭാമയുടെ മറുപടിയാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. എന്നെ കുറിച്ചിട്ട് ഒരുത്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. എന്തുകൊണ്ടാണ് കലാമണ്ഡലം എന്താ എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയുണ്ടെന്ന് ഇത് വെപ്പുമുടിയാണ്, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് വെപ്പുമുടിയാ. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? വൃത്തികെട്ട തള്ള. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. സൗന്ദര്യമൊന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ശരി, ബിഗ് ബോസിൽ മത്സരിച്ച സകല സ്ത്രീകളെയുമാണ് ഇവിടെ സത്യഭാമ അധിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ നീക്ക് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതിലൂടെ ഈ തള്ള ഉദ്ദേശിച്ചത് മറ്റേത് തന്നെയാണ്. അതായത് കിടന്നു കൊടുത്തിട്ടാണ് നന്ദൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾക്ക് ബിഗ് ബോസിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് എന്ന് തന്നെയാണ് ഇവിടെ സത്യഭാമ തള്ള പറഞ്ഞത്. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? 68 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരെ. നീ എന്റെ പ്രായം ആവില്ല. അതിനു മുമ്പ് നീ ചുമരില് തൂങ്ങും മാലയിട്ട് കേട്ടാ. എന്നെ ഒന്നും പറയാറായിട്ടില്ല കേട്ടാ. അതെന്താണ് തള്ളനെ കുറിച്ച് പറയണമെങ്കിൽ പ്രത്യേകം വല്ല ഡിഗ്രി എങ്ങനെ എടുക്കണം? സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. നമ്മളെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും മറുപടി പറയണം. കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ. എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. അതേത് കേരളക്കാരാ? ഈ തള്ളനെ ആരോ പറഞ്ഞ് പറ്റിച്ചതാന്ന് തോന്നുന്നു. കേരളക്കാരെ മുഴുവനും കൂടെ ഉണ്ട് പോലും. ഇവരാരോ പിരി കയറ്റി വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കേരളക്കാരെ മുഴുവനും എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തള്ളക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്തായാലും സത്യഭാമ പറഞ്ഞ പോലെ തന്നെ നന്ദന പിന്നീട് സത്യഭാമക്കുള്ള മറുപടിയുമായി രംഗത്ത് വന്ന് കേട്ടു. നമ്മൾ എന്തായാലും നന്ദനക്ക് പറയാൻ എന്താന്നുള്ള കേട്ടോ. ഉള്ളില് കാളകൂടം വിഷം നിറച്ച് എല്ലാ വീഡിയോസിലും തുപ്പുന്ന നിങ്ങളെ എന്തായാലും ഞാൻ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ടീച്ചറെ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇവരാരും ടീച്ചർ എന്നൊന്നും വിളിക്കാറില്ല. തള്ള, സത്യഭാമ തള്ള. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി പോയാ. ബോസിൽ കയറുന്നത് ഏത് ലെവലാണ്, ഏത് പാർട്ടികളാണെന്നൊക്കെ അറിയാമെന്ന്. ഞങ്ങൾ ബിഗ് ബോസിൽ കയറി സീസൺ 7 വരെയുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് കയറിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓഡീഷൻ കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് കയറിയതാ. ഇപ്പൊ എന്താ പറയാ, വെപ്പുമുടി സത്യഭാമ കലാമണ്ഡലത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഏത് ലെവൽ ഏത് പാർട്ടി വരെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോ ആ രീതിക്ക് കയറിയതാണെങ്കിലോ. നിങ്ങളെ പോലെ തരം താഴ്ന്ന രീതിയിലാണ് എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും കയറുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സത്യമായി പറയുന്നവനായി ഈ 68ാമത്തെ വയസ്സിൽ മുഖത്ത് പൊട്ടിയിട്ട് നാട്ടുകാരെ തെറിയും കേട്ട് ചീഞ്ഞളിഞ്ഞ് പുഴുത്തു ജീവിക്കണായിട്ട് നല്ലത് ഞാൻ നേരത്തെ കാലത്ത് പോണത് തന്നെയാണ് കേട്ടോ. ഈ തള്ളക്ക് ഇതെന്തിന്റെ സൂക്കേടാണ്? കമന്റ് ആണേ. മോന്ത കണ്ടാലും മതി, മലച്ച ചുണ്ടും തൂങ്ങിയ സ്കിന്നും കൊണച്ച സംസാരവും പാറക്കല്ലിലിട്ട് ഉരച്ച ശബ്ദവും. കുറച്ചൊക്കെ ബഹുമാനം വേണ്ട. എന്ത് കമന്റ് അത്? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ.